ഹായ് ഗൈസ്, സാക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു കാറുമായിട്ടാണ്. ഓക്കെ, ഈ കാറിന് ഒരു പേരുണ്ട്. ഇവന്റെ പേരാണ് പോക്കർ. ഓക്കെ, ഇതൊരു ഒബ്സ്റ്റക്കിൾ അവോയ്ഡിങ് കാറാണ്. ചുരുക്കി പറഞ്ഞാൽ മുന്നിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അവൻ ലെഫ്റ്റോ റൈറ്റോ തടസ്സമില്ലാത്ത ഭാഗത്തേക്ക് സഞ്ചരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോ നമുക്ക് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ ഗൈസ്, ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നില്ല. കാരണം ഇത് ഉണ്ടാക്കാന്നുള്ള വീഡിയോ ചെയ്യുമ്പോൾ തന്നെ കുറെ ലെങ്തി ആവും, പിന്നെ നിങ്ങൾക്ക് ബോറടിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇതിനായിട്ട് മെയിൻ വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്കൊരു ആർഡിനോ യുനോ ബോർഡ് വേണം, അതായത് ഒരു മോട്ടോർ ഷീൽഡ് കൺട്രോൾ ബോർഡ് വേണം, പിന്നെ നമുക്കൊരു അൾട്രാസോണിക് സെൻസർ, പിന്നെ സെർവോ മോട്ടോർ. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട മെയിൻ സാധനങ്ങൾ. പിന്നെ നമുക്ക് ടയറിന്റെ ആവശ്യത്തിന് 4 ഗിയർ മോട്ടോർ, പിന്നെ 4 ടയർ. ഇതേ നമുക്ക് വേണ്ടുള്ളൂ. പിന്നെ ജസ്റ്റ് ഒരു ബോർഡ്, ഇതൊക്കെ ഫിറ്റ് ചെയ്യാനൊരു ബോർഡ്. ഇത്രയാണ് നമുക്ക് മെയിൻ വേണ്ട സാധനങ്ങൾ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് SMBS ആണ് പവറിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇതിന് ഭയങ്കര പവറിൽ, അതായത് ഇത് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ പവറിൽ ഇത് സഞ്ചരിക്കും. അപ്പോൾ പെട്ടെന്നുള്ള ഒരു ബ്രേക്കിങ് കാര്യങ്ങൾ ഇതിന് എന്താ പറയുക സെറ്റ് ആകത്തില്ല. അപ്പോൾ മെയിൻലി നമ്മൾ ബാറ്ററി യൂസ് ചെയ്യേണ്ടത്. എനിക്ക് ബാറ്ററി ഉണ്ട്, പക്ഷെ എങ്കിൽ അതെവിടെ വെച്ചത് ഒരു പിടുത്തമില്ല. അതുകൊണ്ട് ഞാൻ SMBS യൂസ് ചെയ്തത്. നമുക്ക് ഇതിനെന്തായാലും ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കും. അപ്പോൾ നമ്മൾ എന്തായാലും പോക്കറിനെ നമ്മൾ പോക്കർ പ്ലസ് ആക്കിയിട്ട് നമ്മൾ ഒരു ദിവസം ഇറക്കുന്ന മിക്കവാറും നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അടുത്ത മാസമായിരിക്കും ഇനി വീഡിയോ ഇടുന്നുണ്ടാവും. കാരണം ഇതിപ്പോ തന്നെ ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു 2 ആഴ്ചത്തോളമായി. ഇവിടെ എൻ്റെ കട്ടിൻ്റെ അടി കിടക്കായിരുന്നു. ഞാൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അതങ്ങനെയാണ്. വീഡിയോ എടുക്കണം എന്ന് തോന്നും, പക്ഷെ പറ്റാറില്ല. ഒന്നാമത് മെയിൻലി എൻ്റെ മടിയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ 4 ടയർ, 4 ഗിയർ മോട്ടോഴ്സ്, പിന്നെ ഒരു സെർവോ മോട്ടോർ, ഒരു അൾട്രാസോണിക് സെൻസർ, അതുപോലെ ഒരു മോട്ടോർ ഷീൽഡ് മോട്ടോർ കൺട്രോൾ ബോർഡ്, അതുപോലെ ഒരു ആർഡിനോ യുനോ ബോർഡ്, പിന്നെ ബാറ്ററി അല്ലെങ്കിൽ ഒരു പവർ സോഴ്സ്, അത്രയും വേണ്ടു. എന്നിട്ട് നമ്മളൊരു ബോർഡ് മുന്നിൽ എന്ത് ചെയ്തേക്കും, മൊത്തത്തിൽ ഇതേപോലെ അസംബിൾ ചെയ്തിട്ട് ഏകദേശം ഒരു ഫിഗർ ഔട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇതൊരു അസംബിൾ ചെയ്യാം. ഓക്കെ, പിന്നെ ഇത് 4 മോട്ടോറിന്റെ കണക്ഷൻ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ എന്താ പറയാ സില്ലി പ്രോബ്ലംസ് ആണ് എല്ലാവർക്കും ചെയ്തത്. അതായത് ചെറിയ കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റുന്ന ചെറിയൊരു വെഹിക്കിൾ എന്നൊക്കെ നമുക്ക് പറയാം. ഒരു ആർഡിനോ യുനോവും ഒരു കമ്പ്യൂട്ടറും അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ പ്രോഗ്രാമും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ കാര്യങ്ങളുണ്ട്, അതിൽ തന്നെ നമുക്ക് പ്രോഗ്രാം ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാം ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ബയോയിലിടാം, ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ അത് പോയി ക്ലിക്ക് ചെയ്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നാൽ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിൻ്റെ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൻ്റെ കോഡ് വേണമെങ്കിൽ കോഡ് ഇപ്പോൾ എന്നോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചാറ്റ് GPT ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ കോഡും ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിനെ അതായത് നമ്മളെ പോക്കർ പ്ലസ് ആക്കിയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. നെക്സ്റ്റ് വീഡിയോ പ്രതീക്ഷിച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സാക്ക്, ഗുഡ് ബൈ. സോറി, നമ്മൾ വേറെന്തോ മറന്നുപോയി. ഇത് വർക്ക് ചെയ്യുന്ന ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിന്റെ വർക്കിംഗ് വീഡിയോ ഞാൻ എന്തായാലും കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ബൈ.